ആരെങ്കിലുമൊക്കെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടാവും. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറയുന്നത് ഏതോ സ്റ്റുഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. ഇങ്ങനെ പറയുന്നവർക്കുള്ള മറുപടിയാണ് നാസയുടെ ഏറ്റവും പുതിയ ആർട്ടമിസ് മിഷൻ. നമുക്കറിയാവുന്ന പോലെ 1960-കളിൽ USA-യും USSR-ഉം തമ്മിൽ ഒരു സ്പേസ് റേസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം വിജയിച്ചത് USSR. കാരണം ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാൻ USSR-ന് പറ്റി. ഇത് കണ്ടപ്പോൾ അമേരിക്ക ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതിന്റെ ഭാഗമായിട്ടാണ് അവര് ചന്ദ്രനിലോട്ട് ആളെ വിട്ടാലോ എന്നൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അങ്ങനെയാണ് അപ്പോളോ മിഷൻസ് ഉണ്ടാകുന്നത്. 1968 മുതൽ 72 വരെ നാസ ഏകദേശം 9ഓളം മൂൺ മിഷൻസ് നടത്തി. മനുഷ്യരെയും കൊണ്ട് ചന്ദ്രനിലോട്ട് പോയി. അതിൽ 6 സക്സസ് ആയിരുന്നു. പിന്നെ 72 കഴിഞ്ഞപ്പോൾ നാസ തന്നെ ഈ മിഷൻസ് അങ്ങ് നിർത്തി. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇതിനുമേലുള്ള താല്പര്യം കുറഞ്ഞു. അതായത് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് പിന്നീട് അങ്ങോട്ടുള്ള മിഷൻസിന് ആരും കാണിച്ചില്ല. വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല നാസ പറയുന്നു, നമുക്ക് എപ്പോഴും ചന്ദ്രനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, മറ്റ് ഗ്രഹങ്ങളുണ്ട്, ആ ഗ്രഹങ്ങളും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നതിന്റെ ഭാഗമായിട്ട് അപ്പോളോ മിഷൻ അങ്ങ് ക്ലോസ് ചെയ്തു. ഇപ്പം വീണ്ടും പുതിയൊരു മൂൺ മിഷനുമായിട്ടാണ് നാസ വന്നിരിക്കുന്നത്. ഇത് വെറുതെ പണ്ടത്തെ അപ്പോളോ മിഷനെ പോലെ ചന്ദ്രനിൽ ചെന്ന് കൊടി കുത്തിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതല്ല, പകരം ചന്ദ്രനിൽ ഒരു ബേസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ആസ്ട്രോണോട്ടുകൾക്ക് ചന്ദ്രനിൽ പോയി തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം ഈ ഒരു ആർട്ടമിസ് മിഷന്റെ ഭാഗമായിട്ട് ഒരുക്കും. US-ന്റെ മൂൺ മിഷൻ നടക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരാളും കൂടെ മൂൺ മിഷൻ നടത്തുകയാണ്, ചൈന. അപ്പോൾ പുതിയൊരു സ്പേസ് റേസ് ഇപ്പോൾ ലോകത്ത് ഉണ്ടായിരിക്കുകയാണ്. അത് USA-യും ചൈനയും തമ്മിലാണ്. 2030-31 ചൈന മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്